വിജിലൻസ് സിഐയുടെ ഭീഷണിയെ തുടർന്ന് നടപ്പാത കോൺക്രീറ്റിംഗ് തടസ്സപ്പെട്ടു. കുറവിലങ്ങാട് പഞ്ചായത്തിലെ 10ാം വാർഡിൽ കണിയോടി നടപ്പാതയുടെ കോൺക്രീറ്റിംഗ് ആണ് മുടങ്ങിയത്. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്നതും 62 വർഷത്തിലധികമായി പ്രദേശവാസികൾ നടപ്പുവഴിയായി ഉപയോഗിച്ചു വരുന്നതുമാണ് കണിയോടി നടപ്പാത. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരുമായി മണിക്കൂറുകളോളം വാഗ്വാദം നടത്തി ഭീഷണിപ്പെടുത്തിയാണ് പണി തടഞ്ഞത്. ഇത് പാപ്പട രീതിയുണ്ട്. അപ്പീലുണ്ട് അപ്പീലുണ്ട് ചെയ്യാൻ പറ്റിയാന്ന് ഉടനെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യാം. അതിനകത്ത് നിങ്ങൾ പഞ്ചായത്ത് പദ്ധതിയിൽപ്പെടുത്തി കോൺക്രീറ്റിംഗ് നടത്തുന്നതിന് 1.5 മാസം മുമ്പ് സാധനങ്ങൾ ഇറക്കിയപ്പോഴും തടസ്സവാദം ഉയർന്നതിനെ തുടർന്ന് പഞ്ചായത്ത് തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. പഞ്ചായത്ത് രാജ് ആക്ട്, പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം, പഞ്ചായത്തിന് ലഭിച്ച നിയമോപദേശം, പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ അനുവാദം, സമാന സ്വഭാവത്തിലുള്ള കേസിന്റെ വിധി, കണിയോടി നടപ്പാത സംബന്ധിച്ച് 2014-ലുണ്ടായ കോടതി വിധി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് 2ാം പ്രാവശ്യം കോൺക്രീറ്റിംഗ് നടത്തിയത്. കണിയോടി നടപ്പാത സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആസ്തിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ്. പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള ഈ കണിയോടി നടപ്പാത നമ്മുടെ ഗ്രാമസഭകളിലെ 10ാം വാർഡിലെ ഗ്രാമസഭയിൽ നിന്നും ജനങ്ങൾ ഉന്നയിച്ചൊരു അവകാശമാണ്. അവരെ നടപ്പാത കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്, നടന്ന് പോകത്തക്ക രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ അതും പ്രകാരം നമ്മൾ ഒരു 50,000 രൂപ വെച്ച് നമ്മളൊരു പ്രോജക്റ്റ് തയ്യാറാക്കി. ആ പ്രോജക്റ്റ് നമുക്ക് DPC അംഗീകാരം തന്നു. നമ്മൾ അത് പ്രോജക്റ്റ് നടപ്പാക്കാൻ ആദ്യം ചെന്ന സമയത്ത് അത് അവരുടെ 2 കക്ഷികൾ നമുക്കൊരു പഞ്ചായത്ത് പരാതി തന്ന പ്രകാരം അന്ന് കോൺട്രാക്ടർ ഇതിൽ നിന്ന് ഒഴിവായി. വീണ്ടും നമ്മളിപ്പോൾ കളക്ടറുടെ അനുവാദത്തോടും JDയുടെ അനുവാദത്തോടും കൂടി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. പക്ഷേ അന്ന് പരാതി തന്ന ആളുകൾ നടപ്പാത ഉപയോഗിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞ് അവിടുത്തെ 1-2 കുടുംബങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ വിജിലൻസ് ഓഫീസറായ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതിന് തടസ്സം നിൽക്കുന്നത്. ആ വ്യക്തിയുടെ തീരുമാനം മറികടന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു സീൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പിന്മാറുകയാണ് ചെയ്തത്. പക്ഷേ എങ്കിലും നമ്മൾ ഈ നടപ്പാത ജനങ്ങളുടെ ആവശ്യപ്രകാരം 15 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഒരു നടപ്പാത നമ്മൾ ഇനി മുഖ്യമന്ത്രിക്ക് നമ്മൾ പരാതി കൊടുക്കും. അതുപോലെ തന്നെ വിജിലൻസ് ഡയറക്ടർക്കും പരാതി കൊടുത്തുകൊണ്ട് കളക്ടറുടെ പ്രൊട്ടക്ഷനോടുകൂടി നമ്മളത് വീണ്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കോൺക്രീറ്റിംഗുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടർക്കുണ്ടായ നഷ്ടം തടസ്സപ്പെടുത്തലിൽ നിന്നും ഈടാക്കണമെന്നും വനിതാ ജനപ്രതിനിധികളെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത വിജിലൻസ് CI ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത് ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള റോഡ് തൊണ്ടെന്ന് പറഞ്ഞാൽ നടപ്പാത ചെയ്യാനായിട്ട് പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള വസ്തു കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ആളുകളൊക്കെ ആയിട്ട് ചെന്ന് അവിടെ ചെന്നപ്പോൾ വിജിലൻസിന്റെ CI ആണെന്ന് പറയുന്ന ഒരാൾ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഞാൻ വിജിലൻസിന്റെ ആളാണ്, നിങ്ങളുടെ പഞ്ചായത്തിനെ മൊത്തത്തിൽ ഞാൻ വന്ന് അന്വേഷിക്കും, കേസെടുക്കും എന്നെല്ലാം പറയുന്നത്. വിജിലൻസ് CI ആണ് അതിൻ്റെ അകത്ത് വലിയ റോള് വഹിക്കുന്നത്. ഈ ഒരു തൊണ്ടാണ് ഇവരുടെ 2 പേരുടെ സ്ഥലത്ത് പെട്ടതല്ല. ഒരു 100 വർഷമായിട്ട് ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നടപ്പാതയാണ്. ഇവരുടെ 2 പേരുടെയും സ്ഥലം, ഈ പറയപ്പെടുന്ന 2 പേരുടെയും അതിൽ തിരിഞ്ഞ് അവരുടെ മതിൽ കെട്ടി തിരിച്ചിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അവിടെ വില്ലേജിലെല്ലാം പോയി സർവേ അതെല്ലാം സർവേ എടുത്ത് അതിൻ്റെ പ്ലാനും നോക്കിയതാണ്. പക്ഷേ അവൻ്റെ അകത്തെല്ലാം അവിടെ നടപ്പാതെ അങ്ങനെ തന്നെയുണ്ട്. ഇവരുടെ സ്ഥലമല്ല, ഇവർക്ക് ഈ പറയപ്പെടുന്ന സ്ഥലം ഇവരുടെ അതിൽപ്പെട്ടതല്ല. അത് തന്നെയല്ല ഈ വിജിലൻസിന്റെ CI എന്ന് പറയുന്ന ആളിന്റെ അയാൾക്ക് 1/2 സെന്റ് കൂടുതൽ കൂടെ ഉണ്ട് സ്ഥലം. പദ്ധതി തടസ്സപ്പെടുത്തിയവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പണി പൂർത്തീകരിക്കുമെന്നും പ്രസിഡന്റ് മിനി മത്തായി പറഞ്ഞു.